now we have proved one if and only if 5, 2 if and only if 5, and 2 if and only if 3. Next we will show that 4 if and only if 5. Then 1 to 5, 5 to 2, 2 to 3, 5 to 4, 4 to 5. How are the 1 to 5 statements equal? Equal now. Are the 1 to 5 statements equal now? So, adine iniyum show cheyyunnathu allengil show cheyan കഴിയുന്നത് 4 if and only if 5. What is 4? F is uniformly continuous on X. Simply. വളരെ എളുപ്പമാണ് കാരണം യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ എക്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും f is continuous at 0. Is continuous on x and f is continuous at 0. And f is continuous at 0, that is 2. And we already proved that 2 implies 5. Okay, therefore, if we hold the statement 4 statement, then that implies 5. Okay. For the converse, assume that norm f of x is equal to alpha in norm x for every x belongs to x. That is the fifth statement. If uniformly continuous, the continuity uniformly continuous വ്യത്യാസം നേരത്തെ പറഞ്ഞിരുന്നു. If is continuous at c എന്ന് പറയുമ്പോൾ for any epsilon greater than 0, there exists delta greater than 0 such that norm x minus c less than delta implies norm f of x minus f of c less than epsilon. Okay, ഇവിടെ പരിശോധിച്ചാൽ for example, consider a real mapping f of x is equal to 2x. ഇവിടെ നമുക്ക് ആർബിട്രറി ആയിട്ട് ഏതൊരു c എടുത്താലും what is norm f of x minus f of c? That is norm, or simply modulus ആലോചിച്ചാൽ മതി. 2x minus 2c is 2 into norm x minus c. Therefore, if we take delta such that delta is equal to epsilon by 2, then norm x minus c less than delta implies then norm f of x minus f of c above less than 2 into epsilon by 2. Norm x minus c less than delta, delta is epsilon by 2. Therefore, norm f of x minus f of c less than 2 into epsilon by 2. Therefore, norm f of x minus f of c is less than epsilon. Okay. Therefore, f is uniformly continuous. For this, ഏത് ഡൊമൈനിലെ c എന്ന് പറയുന്ന പോയിന്റും ഇത് ഇങ്ങനെ ഹോൾഡ് ചെയ്യപ്പെടും, ഈ റിസൾട്ട് ഉണ്ടാവും. That is, f is uniformly continuous. കാരണം ഇതാണ്, ഈ ഡെൽറ്റ ഈ എടുക്കുന്ന എപ്സിലോണിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന ആർബിട്രറി ആയിട്ട് എടുത്ത എപ്സിലോൺ, ആ എപ്സിലോൺ മാറുന്നതിനനുസരിച്ച് മാത്രം ഡെൽറ്റയ്ക്ക് മാറ്റം ഉണ്ടാകും. അല്ലാതെ ഈ പറയുന്ന സി എന്ന് പറയുന്ന പോയിന്റ് അനുസരിച്ച് മാറ്റം ഉണ്ടാവില്ല. ബട്ട് f of x is equal to x square
ഇത് ശ്രദ്ധിച്ചോളൂ. ഇത് എടുത്താൽ ഓൺ ആറിലാണെങ്കിൽ ഇവിടെ എപ്സിലോണിനെ ഡിപ്പെൻഡ് ചെയ്ത് മാത്രമല്ല ഡെൽറ്റ മാറുന്നതെന്ന് മനസ്സിലാവും. ഇതിന് മോർ റീഡിങ്ങിന് ബാർട്ട്ലെ ഷെപ്പേർട്ടിന്റെ ടെക്സ്റ്റ് നോക്കിക്കൊള്ളുക. അവിടെ കണ്ടിന്യൂറ്റി യൂണിഫോം കണ്ടിന്യൂറ്റി പറയുന്ന ഭാഗത്ത് ഈ എക്സാമ്പിൾ ഉണ്ട്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പറയുമ്പോൾ നമുക്ക് എടുക്കേണ്ടുന്ന ഡെൽറ്റയിൽ സി ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണാം. അവിടെ ഒരു മിനിമം ഓഫ് സിയുമായി ബന്ധപ്പെടുത്തിയ ഒരു നമ്പറായിരിക്കും എപ്സിലോണിന് കിട്ടുന്നത്. സോറി, ഡെൽറ്റയ്ക്ക് കിട്ടുന്നത്. എപ്സിലോണിനെ മാത്രമല്ല സിയെയും കൂടെ ഡിപ്പെൻഡ് ചെയ്ത് ഡെൽറ്റ എടുക്കുന്നതായിട്ട് വരും. അപ്പോൾ നമ്മൾ പറയും ദിസ് എഫ് ഈസ് നോട്ട് യൂണിഫോംലി ബട്ട് ഇറ്റ് ഈസ് കണ്ടിന്യൂസ്. യൂണിഫോംലി കണ്ടിന്യൂസ്. ഇവിടെ മനസ്സിലാക്കേണ്ടത് എപ്സിലോണിന് കറസ്പോണ്ടിങ് ആയിട്ട് മാത്രം ഡെൽറ്റയ്ക്ക് ചേഞ്ച് ഉണ്ടാകുന്നെങ്കിൽ ഈ കേസിൽ എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ഇല്ല. നമ്മൾ എടുക്കുന്ന ഓരോ പോയിന്റിനും അനുസരിച്ച് ഇവിടെ ഡെൽറ്റ ചേഞ്ച് ചെയ്യുന്നെങ്കിൽ ദാറ്റ് ഈസ് ഓൺലി കണ്ടിന്യൂസ്, നോട്ട് യൂണിഫോംലി കണ്ടിന്യൂസ്. ഈ ഒരു സാഹചര്യം ഇവിടെ മനസ്സിലാക്കാം. ഇവിടെ നോക്കിയാൽ നമുക്ക് വേണ്ടുന്നത് നോം എഫ് ഓഫ് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ആൽഫ ഇൻ നോം എക്സ് ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എക്സിൽ നിന്നുകൊണ്ട് എഫ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണോ എന്ന് റിസൾട്ട്. Then consider an arbitrary y from x. What about norm f of x minus f of y? നമ്മൾ നേരത്തെ c എടുത്തിട്ട് y എടുത്തു. Norm f of x minus f of y നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ f ലീനിയർ ആയതുകൊണ്ട് f of x minus f of y is f of x minus y. And x minus y is in x. Therefore norm f of x less than equal to alpha in norm x implies norm f of x minus y is less than equal to alpha into norm x minus y. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ നോം എക്സ് മൈനസ് വൈ ഡിപ്പെൻഡ് ചെയ്താണ് നോം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് വൈക്ക് മാറുന്നത്. Then for a given epsilon greater than 0, delta എങ്ങനെ എടുത്താൽ മതിയാവും? Delta is equal to epsilon by alpha. Then norm x minus y less than delta implies this less than epsilon by alpha. Therefore norm f of x minus f of y less than epsilon. That is here this delta depends epsilon. Alpha is a constant. പ്രശ്നമല്ല, നമ്മൾ നേരത്തെ 2 പറഞ്ഞു. ഡെൽറ്റ ഡിപ്പെൻഡ്സ് എപ്സിലോൺ ഓൺലി, നോട്ട് y. Therefore in this case f is uniformly continuous on x. That is norm f of x less than equal to alpha into norm x for every x belongs to x if and only if f is uniformly continuous on x. Therefore 4 if and only 5. അഞ്ച് സ്റ്റേറ്റ്മെന്റ്സും equal ആണ്. ഇനി അതിൽ നിന്ന് മാറി ഒരു സ്റ്റേറ്റ്മെന്റ് നിൽക്കുന്നുണ്ട്, 6th സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണവും 6ഉമായിട്ട് ഈക്വലന്റ് ആയ 1 to 6 സ്റ്റേറ്റ്മെന്റ്സ് ഈക്വലന്റ്. For this we will show that 3 if and only 6. That is 3 if is continuous on x, and 6 is zero space z over f is closed in x. Linear map f tilde from x by zero space of f to y defined by f tilde of x plus zero space of f is equal to f of x is continuous. Next we will show that 3 if and only 6. For this assume 3, that is assume that f is continuous on x. 1 to 5 statements equal ആണ് നമ്മൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഏത് റിസൾട്ട് വേണമെങ്കിലും ഉപയോഗിക്കാം. If is continuous on x, then by the statement 5 norm f of x less than equal to alpha in norm x for every x belongs to x. We want to show that first we want to show that zero space of f is closed. What about zero space of f? Zero space of f എന്താ? From x to y എന്ന് പറയുന്ന മാപ്പിംഗിൽ zero space means set of all elements that mapped onto 0 in y. This zero space. ഗ്രൂപ്പിലും റിങ്ങിലും ഒക്കെ കേണൽ ഉപയോഗിക്കുന്ന പോലെ വെക്ടർ സ്പേസ് നമ്മൾ സീറോ സ്പേസ്, നൾ സ്പേസ്. ഓക്കെ, അപ്പോൾ സീറോ സ്പേസ് ഓഫ് എഫ് ഈസ് സെറ്റ് ഓഫ് ഓൾ എലമെന്റ്സ് ഇൻ എക്സ് ദാറ്റ് മാപ്ഡ് ഓൺ ടു സീറോ. അതിന് മറ്റൊരു പേര് പറഞ്ഞാൽ that is zero space of f is f inverse of set 0. Okay, f inverse of set 0. And what about set 0? That is a singleton set, therefore it is closed in y. Every singleton set is closed. For singleton 0 is closed in y.
and f is continuous by assumption, we know that a continuous map pull back a closed set in the codomain as a closed set in the domain. That is, set 0 closed in y ആയതുകൊണ്ടും f continuous ആയതുകൊണ്ടും f inverse അതിന്റെ ആ set 0 എന്ന് പറഞ്ഞ ക്ലോസ് സെറ്റിന്റെ ഇൻവേഴ്സ് ഇമേജ് എക്സിൽ ക്ലോസ്ഡ് ആയിരിക്കും. That is, zero space of f is closed. Okay. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്ലോസ്ഡ് സബ്സ്പേസ് കിട്ടിയാൽ നമുക്ക് തീർച്ചയായിട്ടും കോഷ്യന്റ് നോർമൽ സ്പേസ് തന്നെ കിട്ടും. അപ്പോൾ x by 0 space of f is a നോർമൽ സ്പേസ് in the quotient norm. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് x by 0 space of f ഒരു നോർമൽ സ്പേസ് ആയി. നോർമൽ സ്പേസിൽ നോർമൽ സ്പേസിലേക്കുള്ള ഒരു മാപ്പിംഗ് ആയിട്ട് f tilde വരുന്നു. അതിനെ എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റ്മെന്റിൽ തന്നെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? f tilde of x plus 0 space of f is f of x for x belongs to x. ഷോ ചെയ്യുന്നത് ഇതാണ്, f tilde കണ്ടിന്യൂസ് ആണ്. വീണ്ടും നമ്മൾ ആലോചിച്ചാൽ കണ്ടിന്യൂസ് ആണെന്നുള്ളതിന് ഈ ഒരു കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ മതിയാകും. ഫസ്റ്റ് 5 സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ നോക്കും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം ഇതാണ്, വാട്ട് അബൌട്ട് norm f tilde of x plus 0 space of f for arbitrary x belongs to x. x plus 0 space of f ഇവിടുത്തെ ഡൊമൈനിലെ ഒരു എലമെന്റ് ആണ്. ഇവിടെ നമ്മൾ x എടുക്കുന്ന പോലെ ഇവിടെ ഡൊമൈൻ x by 0 space of f ആയതുകൊണ്ട് ഇവിടെ കോസെറ്റുകൾ എടുക്കേണ്ടതായിട്ട് വരും. x plus 0 space of f കോസെറ്റ് ആണ്, അറിയാവുന്ന കാര്യമാണ്. h അല്ലെങ്കിൽ a plus h ഒരു എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? a plus h ന്റെ കളക്ഷൻ എന്താ? സെറ്റ് ഓഫ് 4 a plus h such that x belongs to x. ഇങ്ങനെയുള്ള കോസെറ്റുകളാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ a plus h ഇവിടെ a by h ലെ ഒരു എലമെന്റ് ആണ്, അല്ലെങ്കിൽ g by h. ഗ്രൂപ്പിൽ പറയുമ്പോൾ g by h ലെ ഒരു എലമെന്റ് ആണ് a plus h. വെക്ടർ സ്പേസിൽ പറയുമ്പോൾ w is a subspace എങ്കിൽ v by w ആണ് quotient space. v by w ൽ എന്താണുള്ളത്? v by w consists of set of all v plus w such that v belongs to v. ഓക്കെ, ഇങ്ങനെയുള്ള കോസെറ്റുകളാണ് quotient സ്പേസിലുള്ളത്. അപ്പോൾ x plus 0 space of f x by 0 space of f ലെ ഒരു എലമെന്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് f tilde x by 0 space of f ൽ നിന്ന് y ലേക്കുള്ള മാപ്പിംഗ് ആണ്. x by 0 space of f y യും നോർമൽ സ്പേസസ് ആണ് നമുക്കറിയാം. ഡിഫൈൻ ചെയ്തിരിക്കുന്ന f tilde of x plus 0 space of f f of x. ദെൻ നമ്മൾ 1 to 5 സ്റ്റേറ്റ്മെന്റ്സ് ശ്രദ്ധിച്ചാൽ f എന്ന് പറയുന്ന ലീനിയർ മാപ്പ് കണ്ടിന്യൂസ് ആണോ എന്നുള്ളതിന് no f of x less than or equal to alpha in norm x എന്ന് തെളിയിച്ചാൽ മതിയാകും. ഇവിടെ f tilde യുടെ ലീനിയാരിറ്റിക്ക് സംശയം ഉണ്ടെങ്കിൽ അത് നോക്കണം. f tilde of x plus 0 space of f is equal to f of x എന്ന് പറയുന്ന മാപ്പ് ലീനിയർ ആണ്. ഫോർ ദാറ്റ് കൺസിഡർ f tilde ആദ്യമേ രണ്ട് എലമെന്റ് ആഡ് ചെയ്യുന്നത് നോക്കാം. f tilde of x1 plus 0 space of f. അപ്പോൾ ഈ കോസെറ്റിന്റെ അഡീഷനോടെ ഒന്ന് ഓർമ്മിക്കാൻ സഹായിക്കും. f tilde of x1 plus 0 space of f plus x2 plus 0 space of f. അതായത് ഇവിടെ എന്താ ചെയ്തത്? ഇവിടെ x by 0 space of f രണ്ട് എലമെന്റ് എടുത്തിരിക്കുന്നു. x1 plus 0 space of f and x2 plus 0 space of f. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ linear f tilde linear എങ്കിൽ f tilde of x1 plus 0 space of f plus f tilde of x2 plus 0 space of f റിസൾട്ട് കിട്ടും. പിന്നെ അതിവിടെ നോക്കുമ്പോൾ കോസെറ്റ് അഡീഷൻ ആണ് നടന്നിരിക്കുന്നത്. x1 plus 0 space of f and x2 plus 0 space of f. അപ്പോൾ ആദ്യമേ കോസെറ്റ് അഡീഷൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. What is x1 plus 0 space of f plus x2 plus 0 space of f? That is x1 plus 0 space of f plus x2 plus 0 space of f is x1 plus x2 plus 0 space of f. It is f tilde of x1 plus x2 plus 0 space of f. Okay. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ x1 plus x2 x ലെ ഒരു എലമെന്റ് ആണ്. f tilde of x plus 0 space of f of x ആയതുകൊണ്ട് തീർച്ചയായിട്ടും f tilde of x1 plus x2 plus 0 space of f x1 f of x1 plus x2. f tilde of x1 plus x2 plus 0 space of f of x1 plus x2 ആണ്. And f ലീനിയർ ആണ്, അതുകൊണ്ട് ഇത് f of x1 plus f of x2 ആണ്. This is by linearity of f. And what is f of x1? That is in the term of f tilde is f tilde of x1 plus 0 space of f
and this is f tilde of x2 plus 0 space. It's additional case okay. Now scalar multiplication rule alochal what about f tilde of k into x plus 0 space. We know that coset inde for vector space il coset multiplication enganeyana, it is x into x plus 0 space of f enda adu mathram alochal madi. K into x plus 0 space of f is kx plus 0 space. Therefore, what is f tilde of k into x plus 0 space of f? F tilde of kx plus 0 space. Again, kx is in x. Therefore, f tilde of f tilde apply that is f tilde of. What is f tilde of kx plus 0 space of f? By definition, it is f of kx. And since f is linear, it is k into f of x. Again, f of x is f tilde of x plus 0 space of f. Therefore, it is k into f tilde of x plus 0 space of f. Okay. Therefore, f tilde is linear. അപ്പോൾ ഒരു ലീനിയർ മാപ്പ് കണ്ടിന്യൂസ് ആണെന്ന് ചെക്ക് ചെയ്യാൻ നമ്മൾ നേരത്തെ 1 to 5 പറഞ്ഞതനുസരിച്ച് നോം എഫ് ഓഫ് എക്സ് സ്റ്റാൻഡ് ഇക്വൽ ടു ആൽഫ ഇൻ നോം എക്സ്. പക്ഷേ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ അത്ര എക്സ് എന്ന് പറയുന്നത് നോമഡ് സ്പേസ് ആയിരുന്നു നേരത്തെ. ഇവിടെ നോമഡ് സ്പേസിൽ അതായത് ഡൊമൈൻ എക്സ് ബൈ 0 സ്പേസ് ഓഫ് എഫ് ആണ്. അതുകൊണ്ട് ആ എലമെന്റിന്റെ മാറ്റം ഉണ്ടാവും. അപ്പൊ ഇവിടെ എന്താ തെളിയിക്കേണ്ടത്? അതാദ്യം ഫിക്സ് ചെയ്യാം. Then we want to show that no f tilde of element from the domain is x plus 0 space of. അതുപോലെ ഈ എഫ് tilde of x plus 0 space of എവിടുത്തെ എലമെന്റ് വൈയിലെയാണ്. വൈയിൽ നോം എന്ന് പറയും, നോം എന്ന് പറയും. പക്ഷേ ഇത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു സം കോൺസ്റ്റന്റ് ഇൻ ടു നോം ഓഫ് ദിസ് എന്ന് പറയുമ്പോൾ എക്സ് പ്ലസ് 0 സ്പേസ് ഓഫ് എന്ന് പറയുന്ന എലമെന്റ് എവിടുത്തെയാണ്? എക്സ് ബൈ 0 സ്പേസ് ഓഫിലെ. അവിടുത്തെ നോം ഏതാ? കോഷ്യൻ നോമാണ്. അതുകൊണ്ട് അവിടെ 3 വരെയിട്ട് നോം എഴുതാൻ ശ്രദ്ധിക്കണം. കാരണം ആ എലമെന്റ് എക്സ് ബൈ 0 സ്പേസ് ഓഫ് എന്ന് പറഞ്ഞാൽ കോഷ്യൻ സ്പേസിലെയാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇതാണ്. ഇങ്ങനെ സംഭവിക്കൂ. ഓക്കെ, അത് ചില ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. നോക്കുക. What is norm f tilde of x plus 0 space of f? അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ റിസൾട്ട് ഒക്കെ ഉപയോഗിച്ച് പോകേണ്ടതാണ്. പെട്ടെന്ന് നമുക്ക് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആൽഫ ഇൻറ്റു കോഷ്യൻ നോമിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എലമെന്റ് കൂടെ കൺസിഡർ ചെയ്യുന്നു. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ 0 സ്പേസ് ഓഫ് എഫിൽ നിന്ന് ഒരു ഇസഡ് എടുത്താൽ ഇസഡ് പ്ലസ് 0 സ്പേസ് ഓഫ് എഫ് എന്ന് പറയുന്നത് 0 സ്പേസ് ഓഫ് എഫ് തന്നെയാണ്. ഇതും കോസന്റെ കളക്ഷൻ നമ്മൾ ഗ്രൂപ്പ് തൊട്ട് നോക്കിയിട്ടുള്ളതാണ്. Let G be a group and H be a subgroup of G, then A belongs to H if and only if AH is equal to H. Vector space in the partial പറയുമ്പോൾ if V be a vector space and W be a subspace of Y, then V belongs to small v belongs to W if and only if V plus W is equal to W. Okay. Therefore, for Z belongs to the subspace 0 space of f, Z plus 0 space of f is 0 space of f. Hence, f tilde of x plus 0 space of f can be written as x plus z plus 0 space of f. F tilde of x plus z plus 0 space of f. Then x plus z another element x കിട്ടി. അത് തേക്കട്ടെ. Then some y plus 0 space of f tilde apply ചെയ്യുമ്പോൾ by definition of the f tilde, that is f of x plus z. And ഇപ്പോൾ ഇത് f ലേക്ക് മാറി. And we know that here f is continuous on x implies norm f of x less than or equal to alpha in norm x for every x belongs to x. Therefore, norm f of x plus z is less than or equal to alpha into norm x plus z. Okay. Okay. അപ്പോൾ ഇവിടെ സംഭവിച്ച വേറൊരു കാര്യം ആലോചിച്ചാൽ norm f tilde of x plus 0 space of f is equal to norm f of x plus z, that is less than or equal to alpha in norm x plus z. Okay. ഈ norm x plus
ഈ പറഞ്ഞ alpha into norm x plus z, alpha into norm x plus z greater than or equal to norm f tilde of x plus 0 space of f എന്ന് പറയാൻ സഹായിച്ച ഈ z എങ്ങനെ വന്നതാണ്? This z is arbitrary. Therefore, for any z in 0 space of f, norm f tilde of x plus 0 space of f is less than or equal to alpha into norm x plus z. It is true for every z belongs to 0 space of f. Therefore, ഈ z ന്റെ പ്ലേസിൽ ഏറ്റവും ചെറിയൊരു എലമെന്റ് വെച്ചാലും ഈ ഗ്രേറ്റർ ദാൻ എന്നുള്ള ഇൻഇക്വാളിറ്റിക്ക് മാറ്റം വരില്ല. സിൻസ് z is arbitrary, ഏതും വെച്ചേക്കാം. Therefore, we see that norm f tilde of x plus 0 space of f is less than or equal to alpha into infimum of this collection in E way. That is, infimum of the set norm x plus z such that z belongs to 0 space of f. And by definition, it is the quotient norm x plus 0 space of f. This now we got the result. Norm f tilde of x plus 0 space of f is less than or equal to alpha into the quotient of x plus 0 space of f. This implies f tilde is continuous. That is by the fifth statement of the above results. Hence 3 implies 5. 5 implies 3 again. That is 0 space of f is closed and the linear map f tilde defined by f tilde of x plus 0 space of f is equal to f of x for x belongs to x is continuous. Then f continuous ആണ്. f continuous ആണെന്ന് നോക്കുന്നതിന് വീണ്ടും ഫിഫ്ത്ത് സ്റ്റേറ്റ്മെന്റിലേക്ക് പോയാൽ some positive constant alpha ക്ക് norm f of x is equal to alpha into norm x എന്ന് വരുമോ? Assumption വെച്ചുകൊണ്ട് ആലോചിക്കാം. What is f of x? It is f tilde of x plus 0 space. So norm f of x is norm f tilde of x plus 0 space of f. And f tilde is continuous. Therefore, we can use this result. Norm f tilde of x plus 0 space of f is less than or equal to alpha into quotient norm of x plus 0 space of f. And what about quotient norm x plus 0 space of f? Infimum of set norm x plus z such that z belongs to 0 space of f by definition of quotient norm. Therefore, it is equal to alpha in infimum of norm x plus z such that z belongs to 0 space of f. And 0 space of f is a subspace or vector space. Therefore, 0 belongs to 0 space of f. Hence, norm x plus 0 is an element in this collection. അപ്പോൾ ആ എലമെന്റുകളുടെ ഇൻഫിമം എടുത്തിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്താൽ അതിലുള്ള ഓരോ എലമെന്റും ആ ഇൻഫിമത്തേക്കാൾ വലുതാണ്. Therefore, we can take less than or equal to alpha into norm x plus 0. Alpha into norm x is equal to alpha into norm x. That is norm f of x less than or equal to alpha into norm x. For some alpha greater than 0 and for every x belongs to x, since x is arbitrary. That means f is continuous. Hence 5 implies 3. Here it is 6th statement. 6 implies 3. Here 3 implies 6. By the and 6 implies 3. That is our all 6 statements are